Good morning. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഡിസൈൻ ഓഫ് ത്രെഡഡ് ഫാസ്റ്റനേഴ്സിൻ്റെ പ്രോബ്ലംസ് ആണ്. എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ചാർട്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ ഡിസൈൻ ഡയമെൻഷൻസ് ഓഫ് സ്ക്രൂ ത്രെഡ്സ്, ബോൾട്ട്സ് ആൻഡ് നട്ട്സ് അക്കോർഡിംഗ് ടു ISO 4218. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പാർട്ട് അതിൻ്റെ ഡെസിഗ്നേഷനാണ് തന്നിട്ടുള്ളത്. ഇത് പിച്ച് ഡയമീറ്ററാണ്. ഇവിടെ മേജർ ഓർ നോമിനൽ ഡയമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് നമുക്ക് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട, ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളൊരു പർട്ടിക്കുലർ ത്രെഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഈ ഒരു ബോൾട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മേജർ ഡയമീറ്റർ അല്ലെങ്കിൽ കോർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ എന്ന് പറയുന്ന ഈ കോർ ഡയമീറ്റർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ കോർ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒരു ഡയമീറ്റർ ഫിക്സ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഡെസിഗ്നേഷൻ നമ്മൾ പറയണം. ഇതാണ് ആക്ച്വലി ഈ പ്രൊസീജിയർ വരുന്നത്. നമുക്കറിയാം ഈ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഔട്ടർ ഡയമീറ്ററാണ്, ഈ ത്രെഡിൻ്റെ ഔട്ടർ ഡയമീറ്ററാണ് വരുന്നത്. മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏറ്റവും കോർ ഡയമീറ്ററാണ് വരുന്നത്. പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ആ ഒരു പാർട്ടാണ്. പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു മേറ്റിംഗ് ത്രെഡ് ഉണ്ടാവും. ആ മേറ്റിംഗ് ത്രെഡും രണ്ടും കൂടി പിന്നെ ടച്ച് ചെയ്യുന്ന പാർട്ടാണ് ആക്ച്വലി പിച്ച് പോയിൻ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇത് സെയിം ചാർട്ട് തന്നെയാണ്. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എൻ ഐ ബോൾട്ട് ഈസ് ടു ബി യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് എ ലോഡ് ഓഫ് 60 Newton. ഫൈൻഡ് ദ നോമിനൽ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ഇഫ് ദ ടെൻസൈൽ സ്ട്രെസ് ഈസ് നോട്ട് എക്സീഡ് 100 MPa. അസ്യൂം കോസ് ത്രെഡ്സ്. ഈ കോസ് ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. അതിൻ്റെ കോസ് ത്രെഡ്സും ഉണ്ട്, ഫൈൻ ത്രെഡ്സും ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ഡാറ്റാ ബുക്കിൽ നോക്കുമ്പോൾ കോസ് ത്രെഡ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ് സീരീസ് തന്നെ നമ്മൾ നോക്കണം. എങ്കിൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ഡയമെൻഷനും അതിൻ്റെ ഡെസിഗ്നേഷൻ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്. ഐ ബോൾട്ടാണ്. ഐ ബോൾട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ആ ബോൾട്ടിൻ്റെ ഈ ഒരു ഡയമീറ്റർ, കോർ ഡയമീറ്ററും പിന്നെ ഈ പറയുന്ന നോമിനൽ ഡയമീറ്ററും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രണ്ട് പാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കോർ ഡയമീറ്റർ ആയിട്ട് വരുന്നത്, മറ്റേ നോമിനൽ ഡയമീറ്റർ ആയിട്ടും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഗിവൺ P is equal to 60 kN. That 60 kN means 60 into 10⁻³ Newton ആണ്. Then sigma T given 100 MPa. That means 100 Newton per mm². 100 Newton per mm². Sigma T maximum permissible tensile stress. An eye bolt for lifting load is shown in figure. Here D is equal to nominal diameter of the bolt. Here D is equal to nominal diameter of the bolt. E D ആണ് nominal diameter of the bolt. Then DC is equal to core diameter of the bolt. Then we know that the load on the bolt, load already നമുക്ക് തന്നിട്ടുണ്ട് 60 into 10⁻³ Newton. 60 into 10⁻³ Newton. അപ്പോൾ 60 into 10⁻³ Newton must be equal to, നമുക്കറിയാം, സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് ഫോഴ്സ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. ദാറ്റ് മീൻസ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ദെൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കോർ ഡയമീറ്റർ π/4 d². ആ ഡി എന്ന് പറയുന്നത് കോർ ഡയമീറ്റർ തന്നെ യൂസ് ചെയ്യണം. ആ കോർ ഡയമീറ്റർ സ്ക്വയർ ഇൻറ്റു π/4 ആ ഒരു പാർട്ടിനെ സിഗ്മ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ നമ്മൾ ലോഡുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DC ഫൈൻഡ് ഔട്ട് ചെയ്യാം. DC ഈസ് ഈക്വൽ ടു 27.6 mm. ഇനി നമ്മൾ കോസ് സീരീസിൻ്റെ ടേബിളിലേക്ക് പോവുക. 27.6 mm വരുന്ന ആ ഒരു കോർ ഡയമീറ്റർ വരുന്ന പാർട്ട് നോക്കുക. ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ എഫക്റ്റീവ് പിച്ച് ഡയമീറ്റർ തന്നിട്ടുണ്ട്, മൈനർ ഓർ കോർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ബോൾട്ട്, നട്ട്, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നട്ടാണ്. ഇവിടെ ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ ബോൾട്ടിൽ കറസ്പോണ്ടിങ് ആയിട്ട് 27.6 എവിടെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. 27.6 വരുന്നത് ഈ ബോൾട്ടിൻ്റെ കേസിൽ ഈ 5th കോളമാണ്. ആ 5th കോളത്തിൽ 27.6 വരുന്നത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ 25 പോയിൻ്റ് ഒരു വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം 28 ആണുള്ളത്. അപ്പോൾ 25നേക്കാൾ കൂടുതലാണ് നമുക്ക് കിട്ടിയ കോർ ഡയമീറ്റർ. അപ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നത് 28.706 മാത്രമാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻ M33 ആണ്. M33 ആണ് നമ്മൾ ഡെസിഗ്നേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 28.706 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ട കോർ ഡയമീറ്റർ. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ നോമിനൽ ഡയമീറ്റർ 33 mm ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് M36 ആണ്. അതിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് M33 ആണ്. നോമിനൽ ഡയമീറ്റർ 33 mm ആണ് യൂസ് ചെയ്താണ് നോമിനൽ ഡയമീറ്റർ 33. അപ്പോൾ നമുക്കിവിടെ M33 ആണ് അതിൻ്റെ ഡെസിഗ്നേഷനായിട്ട് പറയേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യല്ലേ ആ ഡെസിഗ്നേഷൻ ബോൾട്ടിൻ്റെ ഡെസിഗ്നേഷൻ പറയുന്നത്. ഇപ്പോൾ KM ഡാറ്റ ബുക്കിൻ്റെ പേജ് നമ്പർ 142-ൽ ആ ഒരു ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ബോൾട്ടിൻ്റെ കോർ ഡയമീറ്റർ കിട്ടി. കോർ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോമിനൽ ഡയമീറ്റർ നമുക്ക് ആ ചാർട്ടിൽ നിന്ന് കിട്ടും. ആ നോമിനൽ ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിഗ്നേഷനാണ് നമ്മൾ പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ കോർ ഡയമീറ്റർ 27.6 mm കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ വാല്യൂവിനേക്കാൾ കൂടുതൽ മാത്രമേ എപ്പോഴും എടുക്കാവൂ. നമ്മൾ ആ ചാർട്ടിൽ അതിനേക്കാൾ കൂടിയത് തന്നെ എടുക്കണമെങ്കിൽ മാത്രമേ നമുക്കത് സേഫായിട്ട് നമുക്ക് ആ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട്. നെക്സ്റ്റ് ത്രെഡഡ് ഫാസ്റ്റ്നേഴ്സ് ഡിസൈൻ തന്നെയാണ് എൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദി ബോൾട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എക്സെൻട്രിക് ലോഡാണ് കൊടുക്കുന്നത് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദി ബോൾട്ട്. ഇതാണ് ഒരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 2 ബോൾട്ടിന് പാരലലായിട്ടാണ് എക്സെൻട്രിക് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ഒരു ഫിക്സ്ചർ, ഒരു ബ്രാക്കറ്റാണ്. ഈ ഒരു പാർട്ട് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ്. ആ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബോൾട്ടിൻ്റെ ആക്സസ് 1 and 2. അതിന് തൊട്ട് താഴെ തന്നെ വേറെ ഒരു ബോൾട്ട് കൂടിയുണ്ട്, വേറെ ഇതിന് 2 ബോൾട്ട് കൂടി ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഡയറക്റ്റ് ടെൻസൈൽ ലോഡ്, ഇപ്പോൾ ഈ ലോഡ് W ആണ് ഇവിടെ ടോട്ടൽ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഓരോ ബോൾട്ടിലും ആക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് എന്ന് പറയുന്നത് ഈ W ബൈ നമ്പർ ഓഫ് ബോൾട്ട്സ് ആണ്. W ബൈ നമ്പർ ഓഫ് ബോൾട്ട്സ്. ഇത് ഡയറക്റ്റ് ടെൻസൈൽ ലോഡാണ്. ഇനി ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഈ ഡബ്ല്യുവിനെ ജസ്റ്റ് നമ്പർ ഓഫ് ബോൾട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ നമ്പർ ഓഫ് ബോൾട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കേസിൽ ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ് കിട്ടുമെങ്കിലും അതിന് പുറമെ മറ്റുള്ള ലോഡുകൾ കൂടി ഉണ്ടാവും. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡബ്ല്യു ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റിനെ ഈ എ എന്ന് പറഞ്ഞ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഇങ്ങോട്ടേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എക്സ്ട്രാ ഒരു ലോഡ് കൂടി അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു എഫക്റ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ സിൻസ് ദ സ്ട്രെസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇലോങ്ങേഷൻ, therefore each bolt will experience a different load which also depends upon the distance from the tilting edge. ഏത് എഡ്ജിനെ ബേസ് ചെയ്തിട്ടാണോ ടിൽറ്റ് ചെയ്യുന്നത്, ആ ടിൽറ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലോഡ് കൂടി എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ബോൾട്ടുകളിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഇൻ ദ കേസ് ഫ്ലാഞ്ച് ഈസ് ഹെവി, ഇറ്റ് മേ ബി കൺസിഡേർഡ് ആസ് എ റിജിഡ് ബോഡി. ലെറ്റ് W സ്മോൾ ലെറ്റർ W, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ ലെറ്റർ W be the load in a bolt per unit distance. അത് യൂണിറ്റ് ഡിസ്റ്റൻസിൽ
ഇതിൽ ഫീൽ ചെയ്യുന്ന ലോഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ലോഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ പോയിന്റിലാണ്. അപ്പോൾ ഈ ഒരു വെയിറ്റ് ആക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ബ്രാക്കറ്റ് ഈ ഒരു എഡ്ജിനെ ബേസ് ചെയ്തിട്ട് ടിൽറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഇങ്ങനെ ടിൽറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഈ ടെൻഡൻസി കാണിക്കുമ്പോൾ ഈ ഓരോ ബോൾട്ടിലും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് ഈ ഒരു ടിൽറ്റിംഗ് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ മാക്സിമം ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ 2 എന്ന് പറയുന്ന ഈ ഒരു ബോൾട്ടുകളിലായിരിക്കും. 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, കാരണം ഈ ടിൽറ്റിംഗ് എഡ്ജിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് ഈ L2 ആണ്. അതേസമയം ഈ 1 എന്ന് പറയുന്ന ബോൾട്ടിലേക്ക് 1 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിലുള്ള ബോൾട്ടിലേക്ക് ആ ആക്ട് ചെയ്യുന്ന എഫക്റ്റ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം L1 എന്ന് പറയുന്നത് ഇത്ര ഡിസ്റ്റൻസേ വരുന്നുള്ളൂ, ഇത്രയേ L1 വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈപ്പ് ലോഡ് കൂടി ആക്ട് ചെയ്യും. അങ്ങനെ ഒരു ലോഡ് കൂടി എക്സ്ട്രാ ലോഡായിട്ട് ആക്ട് ചെയ്യും. അതേസമയം ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് വേറെയുണ്ട്. അപ്പം ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് എന്ന് പറയുന്നത് ഈ W ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട് അത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ പിന്നീട് വരുന്നൊരു സെക്കൻഡറി കേസാണ് ഈ സെക്കൻഡറി ആയിട്ട് വരുന്ന ലോഡ്. ആ ലോഡാണ് ഈ ടിൽറ്റിംഗ് എഡ്ജ്. ഈ ടിൽറ്റിംഗ് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്മോൾ ലെറ്റർ W. ലെറ്റ് W be the load in a bolt per unit distance. W be the load in a bolt per unit distance due to the turning effect of the bracket. അപ്പോൾ ഈ W1 എന്ന് പറയുന്നത് L1 ഡിസ്റ്റൻസിലുള്ള ഈ ബോൾട്ടിലുള്ള ടേണിംഗ് എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ലോഡാണ് W1. അതേപോലെ L2 ഡിസ്റ്റൻസിലുള്ള നമ്മൾ W2 എന്ന് പറയും, W2. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ലോഡ്, സിൻസ് ദ സ്ട്രെസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇലോങ്ങേഷൻ, therefore each bolt will experience a different load which also depends upon the distance from the tilting edge. ഈ ടിൽറ്റിംഗ് എഡ്ജ് എന്നുള്ള ഈ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലോഡ് കൂടി ആക്ട് ചെയ്യുന്നുള്ള കൺസെപ്റ്റാണ് ഇതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ ലോഡ് ഓൺ ഈച്ച് ബോൾട്ട് അറ്റ് ഡിസ്റ്റൻസ് L1 is equal to W1 ആണ്. ദാറ്റ്സ് equal to സ്മോൾ ലെറ്റർ W ഇൻറ്റു ക്യാപിറ്റൽ L1. ദെൻ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ലോഡ് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് ഈസ് ഇക്വൽ ടു അഗൈൻ ഒരു ഡിസ്റ്റൻസ്, ഈ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഫോഴ്സ് ഓൾറെഡി സ്മോൾ ലെറ്റർ W ഇൻറ്റു L1 ആണ്. ഇൻറ്റു L1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെൻറ്റ് കിട്ടും. ഇപ്പോൾ സ്മോൾ ലെറ്റർ W ഇൻറ്റു L1 സ്ക്വയർ കിട്ടും. അതേപോലെ W2 കൊണ്ട് ക്യാപിറ്റൽ W2 കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് അത് സ്മോൾ ലെറ്റർ W ഇൻറ്റു L2 സ്ക്വയർ കിട്ടും. അപ്പോൾ ഇത് ഓരോ നേരത്തെ പറഞ്ഞ കേസിൽ ഈ സ്ക്വയർ ഇതൊരു ഇങ്ങനെയൊരു സ്ക്വയർ ഷേപ്പിലാണ്. അപ്പോൾ ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട്. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂവിൽ വരുന്നത്. അപ്പോൾ ഈ L1 ഡിസ്റ്റൻസിൽ 2 ബോൾട്ട് ഉണ്ട്, L2 ഡിസ്റ്റൻസിലും 2 ബോൾട്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റ് ഡ്യൂ ടു ദ ലോഡ് ക്യാപിറ്റൽ W അബൌട്ട് ദ ടിൽറ്റിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ W ഇൻറ്റു L ആണ്. ഈ ക്യാപിറ്റൽ W ഇൻറ്റു L അത് ഇക്വേറ്റ് ചെയ്യേണ്ടത് 2 ടൈംസ് സ്മോൾ ലെറ്റർ W ഇൻറ്റു L1 സ്ക്വയർ പ്ലസ് 2 ടൈംസ് സ്മോൾ ലെറ്റർ W ഇൻറ്റു L2 സ്ക്വയറിൻ്റെ സമ്മിനോടാണ്. അപ്പോൾ ആ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ W ഇൻറ്റു L കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് സ്മോൾ ലെറ്റർ W ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, സ്മോൾ ലെറ്റർ W ഇസ് ലോഡ് ഇൻ എ ബോൾട്ട് per unit distance due to the turning effect of the bracket. That small letter W is equal to capital W into capital L divided by 2 times L1 square plus L2 square in bracket. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ. അടുത്ത നെക്സ്റ്റ് ഇതുമായിട്ട് എക്സെൻട്രിക് ലോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് തന്നിട്ടുള്ളത്. ഇത് ടോപ്പ് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. ഇതാണ് ആക്ച്വലി സൈഡ് വ്യൂ. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബോൾട്ടുകൾ. അപ്പോൾ ഇപ്പോൾ ഈ ഒരേ ഡിസ്റ്റൻസിൽ തന്നെ 2 ബോൾട്ട് വരുന്നതുകൊണ്ടാണ് 2 ടൈംസ് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് പോകുമ്പോൾ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് മോസ്റ്റ്ലി ഹെവിലി ബോൾട്ട്സ് ആർ ദോസ് വിച്ച് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദി ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ടിൽറ്റിംഗ് എഡ്ജ്. അപ്പോൾ
നമുക്ക് ഓൾറെഡി ഈ ഒരു W2 ആണ് മാക്സിമം എന്ന് കിട്ടിയിട്ടുണ്ട്. മാക്സിമം W2 ആണ് മാക്സിമം കിട്ടുക, കാരണം അതാണ് ടിൽറ്റിംഗ് എഡ്ജിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസിലുള്ളത്. ഇതാണ് ടിൽറ്റിംഗ് എഡ്ജ്. ഈ ടിൽറ്റിംഗ് എഡ്ജിന് L2 ഡിസ്റ്റൻസ് വരുന്ന ഇതിവിടെ ആയിരിക്കും മാക്സിമം ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും WT2 ആയിട്ട് എടുക്കേണ്ടത്. WT2 ആയിട്ട് എടുക്കുന്നത് ഇത് സെക്കൻഡറി ടെൻസൈൽ ലോഡാണ്. അപ്പം ടെൻസൈൽ ലോഡ് ഹെവിലി ബോൾട്ടിൽ ഉള്ള ടോട്ടൽ ടെൻസൈൽ ലോഡ് WT = അതിൻ്റെ പ്രൈമറി ലോഡ് ഓൾറെഡി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. WT1 = ക്യാപിറ്റൽ W/N. അതിൻ്റെ കൂടെ ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത W2 കൂടി, ഈ WT2 എന്ന് പറയുന്നത് W2 തന്നെയാണ്, അതും കൂടി ആഡ് ചെയ്യുക. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെവിലി ലോഡഡ് ബോൾട്ടിൽ കിട്ടുന്ന ടെൻസൈൽ ലോഡ് കിട്ടും. ആ ടെൻസൈൽ ലോഡിനെയാണ് നമ്മൾ ഈ ടെൻസൈൽ ലോഡിനെയാണ് നമ്മൾ π/4 DC² × σTU ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ DC² ഒബ്റ്റെയിൻ ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാർട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ ഡെസിഗ്നേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. താങ്ക് യു all.